ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ലൊരു പലഹാരം ചെയ്താലോ? ബനാന കട്ട്ലറ്റ് ആട്ടോ. നല്ല ടേസ്റ്റുള്ള മധുരമുള്ള വിഭവമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷാട്ടോ. ഇവിടെ ആശുക്കുട്ടൻ ഏത്തപ്പഴം പച്ചയ്ക്കോ പുഴുങ്ങിയോ കൊടുത്താൽ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവന് ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട്ലറ്റ് ഉണ്ടാക്കണേന്നുള്ളത് നമുക്ക് കാണാം. ഏത്തപ്പഴം നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. 2 ഏത്തപ്പഴം ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കടലമാവാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര, ഏലക്കയും ജീരകവും ചേർത്തിട്ട് അതിൻ്റെ കൂടെ പൊടിച്ചു വെച്ചേക്കാണ്. പിന്നെ കുറച്ച് ബ്രെഡും കൂടി പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പഴം നന്നായിട്ട് ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ നമുക്കിതിൻ്റെ പഴത്തിലേക്കൊന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ പഴം നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാവില്ല. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴവും വേണം, നന്നായിട്ടത് വെന്ത് കിട്ടുകയും വേണം കേട്ടോ. അപ്പോൾ പഴത്തൊലിയൊക്കെ ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഴത്തൊലി മാറ്റി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു സീഡ് ഉണ്ടാവും. ആ സീഡൊക്കെ നമ്മളൊന്ന് എടുത്ത് മാറ്റി കളയണം കേട്ടോ. കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇത് ദഹന പ്രശ്നം ഉണ്ടാക്കും. ആ ഒരു സീഡ് അത് നമ്മൾ എങ്ങനെ കൊടുത്താലും ആ ഒരു ദഹനത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, പഴത്തിൻ്റെ ഉള്ളിലുള്ള സീഡ്. അപ്പോൾ നമ്മൾ പഴമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള സീഡൊക്കെ ഒന്ന് എടുത്ത് കളയുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യണത് കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സീഡൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതുപോലെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കടലമാവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടലമാവ് നമ്മൾ കുറച്ചായിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് എല്ലാം കൂടി ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ കടലമാവിൻ്റെ കൂടെ തന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചു വെച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയുടെ കൂടെ തന്നെ ചേർത്തത്. പിന്നെ കുറച്ച് മണത്തിനും രുചിക്കും വേണ്ടിയിട്ട് ജീരകവും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മുടെ പഴത്തിൽ ഓൾറെഡി കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, അത് ധാരാളമാണ്. അപ്പോൾ നമ്മൾ കടലമാവ് ഒന്ന് ബാലൻസ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടലമാവ് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾക്ക് എത്രയാണോ കയ്യിലിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, വെള്ളത്തിൻ്റെ അംശം അധികം വേണ്ട. അപ്പോൾ കടലമാവ് കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നല്ല ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ അധികം ചേർക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയത് ഏകദേശം ഈ ഒരു പാകത്തിന് നമ്മൾ കയ്യിലിങ്ങനെ ബോളാക്കി ഉരുട്ടി ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കത് കയ്യിലിങ്ങനെ നിൽക്കണം. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ആ ഒരു പാകത്തിനാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഏകദേശം ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഈ ഒരു പാകത്തിന് വേണ്ടിയിട്ട് ആക്കിയെടുക്കുക. അപ്പോൾ ഷേപ്പ് എങ്ങനെയാണെന്നൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വട്ടോ ഓവലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ബാക്കി എല്ലാം കൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്യുമ്പോഴും അധികം നല്ല ഷേപ്പിലൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ ഓയിലൊക്കെ ഓൾറെഡി ഞാൻ ഒഴിച്ച് നല്ല വെളിച്ചെണ്ണയൊക്കെ ചൂടായി കിടക്കുവാണ്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ കട്ട്ലറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എനിക്ക് നല്ല പേടിയാണ് വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാൻ. പിന്നെ കുഞ്ഞെപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് പേടി കൂടുതലാട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിതുപോലെ എല്ലാം ഇട്ട് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കൂട്ടിയിടരുത്. ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമാണ് ഇടാമുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോവും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കളറിലൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ തീ ഒന്ന് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഒരു സൈഡ് ഇങ്ങനെ ആയതിനു ശേഷം നമ്മൾക്ക് അടുത്ത സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു കളറിൽ കിട്ടിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. കരിഞ്ഞൊരു രുചി വന്നാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഗോൾഡൻ പോലത്തെ കളർ വരുമ്പോൾ നമുക്കിത് കറക്റ്റ് പാകമായെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അടുത്തൊരു സൈഡും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബനാനയൊക്കെ നന്നായിട്ട് വെന്തിരിക്കുന്നതുകൊണ്ട് പിന്നെ അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ കട്ട്ലറ്റ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അതുണ്ടല്ലേ, കാണുമ്പോൾ തന്നെ എന്തൊരു രസമാണ്. നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. മാത്രമല്ല ടേസ്റ്റും ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എങ്ങനെ ഉണ്ടായെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വിഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള എല്ലാ വീഡിയോസും കാണാനായിട്ട് ശ്രമിക്കുക. എങ്ങനെ ഉണ്ടായെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വരൂ, രുചിക്കൂ, ആസ്വദിക്കൂ ഹോം മെയ്ഡ് ഹാപ്പിനെസ്. ബൈ.